إلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم. الفاتحة. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. ضيوافي نحمدك في مزيده. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. اللهم بارك لنا في جميع امورنا وصفيا بنا هذا رب العالمين. اللهم انصر المسلمين في كل ما وفي فلسطين وفي كل مكان يا رب العالمين. اللهم رب زدنا علما نافعا يا رب العالمين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين. ഖിറാഅത്തിന് വേണ്ടി അൽ ഹാഫിൽ ആദിൽ ഇയമിനെ ആദരപൂർവ്വം ക്ഷണിക്കും. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طاسين ميم. تلك آيات الكتاب المبين. نتلو عليك من نبأ موسى وفرعون بالحق لقوم يؤمنون. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة
أمة ونجعلهم الوارثين ونمكن لهم في الأرض ونري فرعون وهامان وجنودهما منهم ما كانوا يحذرون. صدق الله العظيم. السلام عليكم ورحمة الله. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ തങ്ങളവറുകൾ, മറ്റു ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമുക്കറിയാം, തൃപ്പനച്ചി ഉസ്താദ് മെമ്മോറിയൽ ഇസ്ലാമിക് കോളേജ് 2025 2K25 ആർട്ട് ഫെസ്റ്റ് കാർണിവലിൻ്റെ ഇനാഗ്രേഷൻ സെക്ഷനിലാണ്, ഉദ്ഘാടന ചടങ്ങിലാണ് നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ, വേണ്ട പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ, നമ്മുടെ കണ്ണ് നനഞ്ഞിട്ടല്ലാതെ, നമ്മുടെ ഉള്ളിൽ പിടഞ്ഞിട്ടല്ലാതെ ഓരോ വാർത്തയും ഫലസ്തീനെ കുറിച്ചിട്ടുള്ള ഓരോ വാർത്തയും നമുക്ക് കാണാൻ സാധിക്കില്ല, കേൾക്കാൻ സാധിക്കില്ല. അത്രയേറെ ദുരന്തം നിറഞ്ഞ സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ കാബാലികളുടെ നരനായാട്ടിൽ എത്രയേറെ പിഞ്ചോമന മക്കളുകളാണ് ആ ഫലസ്തീൻ മണ്ണിൽ മരിച്ചു വീഴുന്നത്. അതെ, ജൽവ യൂണിയൻ 2025 2K25 ഫെഡ്സ് കാർണിവലിൻ്റെ പേരും തീമും ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഫലസ്തീൻ ജനത സഹിക്കുന്ന അവരുടെ യാതനകൾക്കൊപ്പം നിന്നുകൊണ്ടും കഫിയ എന്ന പേരിൽ കലഹം കാലുഷ്യങ്ങളോട് എന്ന പ്രമേയത്തിൽ ഫലസ്തീൻ നടക്കുന്ന പോരാട്ടങ്ങൾക്കെതിരെയും ഫലസ്തീനിൽ മാത്രമല്ല ലോകരാജ്യങ്ങളിൽ നടക്കുന്ന അക്രമങ്ങൾക്കും അനീതികൾക്കെതിരെയും പ്രതിഷേധം അറിയിച്ചു കൊണ്ടുള്ള ഒരു പ്രമേയമാണ് ഈ പ്രാവശ്യത്തെ ഫെസ്റ്റിൽ നാം ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് ലോകരാജ്യങ്ങളിലും പ്രത്യേകിച്ച് ഫലസ്തീനിലും അവരുടെ പ്രതിഷേധത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും പ്രതീകമാണ് ഈ കാണുന്ന കറുപ്പും വെള്ളയിലുള്ള ഈ കഫിയ. കഫിയ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലോടുക അത് അറബ് രാജ്യങ്ങളിൽ സുലഭമായ ഒരു വസ്തുവാണ് കഫിയ എന്നുള്ളത്. പിന്നീട് അതെങ്ങനെയാണ് ഫലസ്തീന്റെ പ്രതീകമായി മാറിയത്? നമ്മൾ ചരിത്ര പശ്ചാത്തലങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, 1930കളിൽ അറേബ്യൻ രാജ്യങ്ങളിൽ അറബ് കലാപം നടക്കുന്ന ആ സമയത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജൂത കുടിയേറ്റത്തെ ഒഴിവാക്കാൻ വേണ്ടിയും പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സമയത്ത് ഫലസ്തീൻ വിമതർ അവരെ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവരുടെ ഐഡന്റിറ്റിയെ മറക്കാൻ വേണ്ടിയായിരുന്നു കഫിയ അന്ന് ഉപയോഗിച്ചിരുന്നത്. ഇത്തരം സംഭവങ്ങൾ മൂലം കഫിയ ഫലസ്തീന്റെ പ്രതിരോധത്തിന്റെ പ്രതീകമായി മാറുകയായിരുന്നു. കഫിയ ഫലസ്തീന്റെ പ്രതിരോധത്തിന്റെ പ്രതീകമാകാൻ കൂടുതൽ ഊർജ്ജസ്വലത കണ്ടത് 1960കളിൽ നമുക്കെല്ലാവർക്കും അറിയാം, PLO ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ പരമോന്നത നേതാവ് യാസർ അറഫാത്ത്. നമുക്കെല്ലാവർക്കും അറിയാം, ഫലസ്തീന്റെ വിഷയങ്ങളിൽ നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് യാസർ അറഫാത്ത്. അദ്ദേഹം എവിടെ പോകുമ്പോഴും, പ്രതിഷേധത്തിന്റെ പരിപാടിയിൽ പോകുമ്പോഴും അദ്ദേഹം എപ്പോഴും കഫിയ അണിഞ്ഞിട്ടാണ് പോകാറുള്ളത്. ഇത് കഫിയുടെ പ്രാധാന്യം കൂട്ടാൻ കാരണമായി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല 1960-1990 കാലഘട്ടത്തിൽ ഓസ്ലോ ഉടമ്പടി വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഫലസ്തീനിലും ഇസ്രായേൽ ഫലസ്തീൻ പതാക ഉയർത്തുന്നതിനെ നിരോധിച്ചു. ഈ സമയത്ത്
ഫലസ്തീൻ ജനത അവരുടെ ഫലസ്തീൻ പ്രതിഷേധത്തിന്റെ പ്രതീകമായി കണ്ടത്, മാത്രമല്ല അവരുടെ പതാകയായി കണ്ടത് ഈ കഫിയയായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ കഫിയ പ്രാധാന്യം കൂടാൻ അത് കാരണമായി നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം നീട്ടുന്നില്ല. എനിക്ക് ഈ വേദിയിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ഈ വേദിക്ക് സ്വാഗത ഭാഷണം നടത്തുക എന്നുള്ളതാണ്. ആദ്യമായി ഈ വേദിക്ക് ഖിറാഅത്ത് ഓതിയ ഹാഫിൽ ആദിൽ ഇയമ്മിനെ ഈ വേദിയിലേക്ക് ഹർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ ഇവിടെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളെയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഹാർദവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അധ്യക്ഷ പദവി അലങ്കരിക്കാനുള്ള ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ വളമംഗലം അബ്ദുള്ള ദാരിമി ഉസ്താദിനെയും ഈ വേദിയിലേക്ക് ഹാർദവം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമുക്ക് ഈ വേദിയിൽ ആശംസ അറിയിച്ച് സംസാരിക്കാനുള്ള ഈ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി OP കുഞ്ഞാബു ഹാജിയെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള കുട്ടി ഹസൻ ദാരി മുസ്താദിനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മറ്റെല്ലാ ഉസ്താദുമാരെയും കമ്മിറ്റി ഭാരവാഹികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പദവിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഫിയ ആർട്സ് ഫെസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളെ അധ്യക്ഷന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. ഏറെ ബഹുമാന്യനായ യോഗാധ്യക്ഷൻ കോളേജ് പ്രിൻസിപ്പൽ അബ്ദുള്ള ദാരിമി, ഇവിടെ സന്നിധരായിട്ടുള്ള കുട്ടി ഹസൻ ദാരിമി, കുഞ്ഞാപ്പു ഹാജി, പ്രിയപ്പെട്ട അഹമ്മദ് കബീർ, സുജൈദ്, മറ്റിവിടെ സന്നിധരായിട്ടുള്ള ബഹുമാന്യ പണ്ഡിതരെ, നേതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, തെപ്പഞ്ചി കോളേജിലെ നമ്മുടെ വിദ്യാർത്ഥി യൂണിയൻ, പഞ്ചി ഉസ്താദ് മെമ്മോറിയൽ ഇസ്ലാമിക് കോളേജ് സ്റ്റുഡൻറ് യൂണിയൻ, ജലാലിയ അസോസിയേഷൻ ഓഫ് ലേണേഴ്സ് ഫോർ വെൽ അഡ്വാൻസ്മെൻറ്റ്, അതിൻ്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആർട്ട് ഫെസ്റ്റ് ഇവിടെ നിന്ന് തുടക്കം കുറിക്കുകയാണ്. ഏറെ വൈകാരികമായ ഒരു പേരാണ് ഈ ആർട്ട് ഫെസ്റ്റിന് നൽകപ്പെട്ടുള്ളത്. കഫിയ ആർട്ട് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് ലോകം മുഴുവനും ഇന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രമായി കഫിയ മാറിയിരിക്കുന്നു. കേവലം മുസ്ലിങ്ങളല്ല, ഇന്ന് യൂറോപ്പിലെ തെരുവുകളിൽ നമ്മൾ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് സമരം നടത്തുന്ന ആളുകളെ കാണുന്നു. UN-ലും അതുപോലെ മറ്റു രാജ്യങ്ങളിലെ പാർലമെൻറ്റിലും ഈ കഫിയ അണിഞ്ഞുകൊണ്ട് നേതാക്കൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ വസ്ത്രത്തിന് പ്രാധാന്യം കിട്ടിയത് എന്ന് ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ പ്രിയ സുഹൃത്തുക്കളെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഓരോ മനുഷ്യൻ്റെയും കണ്ണ് ഗസയിലാണ്. ഓരോ നിമിഷവും നമ്മൾ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എത്ര കുട്ടികളാണ് മരിച്ചത് എന്ന് കേട്ടുകൊണ്ടിരുന്ന ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ, ഓരോ മണിക്കൂറിലും അവിടുത്തെ നമ്മുടെ സഹോദരൻ ഇഞ്ചിഞ്ചായി കൊല്ലപ്പെടുന്ന ഒരു കാഴ്ച, എത്ര ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ പലസ്തീൻ്റെ ഇത്തരത്തിലുള്ള കഴിഞ്ഞ ഏകദേശം 7.5 പതിറ്റാണ്ടുകൾക്ക് മുകളിലായി
ഈ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങൾ എത്ര ഭീകരതയാണ് എന്നുള്ളത് ഒരിക്കലും നമുക്ക് അളന്നു നോക്കാൻ സാധിക്കില്ല. അത്രയധികം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹിക്കുന്നതിലപ്പുറം നമ്മളൊക്കെ ഇത്ര സൗഭാഗ്യന്മാരായി സുരക്ഷിത ബോധത്തോടു കൂടി നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നു. നമുക്ക് നല്ല സ്കൂളിൽ പോകാൻ സാധിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ ഒരുപാട് നാളായി നല്ല ഭക്ഷണം പോലും കഴിക്കാതെ, നല്ല വസ്ത്രം പോലും കഴിക്കാതെ, അണിയാതെ നമ്മുടെ സഹോദരന്മാർ അവിടെ കഴിയുന്നു എന്നുള്ളത് നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. അതാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ. ഞാനിപ്പോൾ ഇന്ന് വരുമ്പോൾ അരീക്കോട് കുറച്ചു നേരം ബ്ലോക്കിൽ കുടുങ്ങി. അവിടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ പരിസരത്തൊക്കെ പലസ്തീനു വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. പലസ്തീൻ അംബാസഡർ എറണാകുളത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പരിപാടിയിൽ വന്നു. അതുപോലെ ഇന്ന് നമ്മൾ എവിടെ സമ്മേളനങ്ങളുണ്ടോ അവിടെയൊക്കെ വലിയ രീതിയിൽ ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 2 ദിവസം മുമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ കുവൈത്തിലായിരുന്നു. ആ സമയത്ത് അവിടുത്തെ ആരോഗ്യരംഗത്തെ കിഡ്നി ഫൗണ്ടേഷൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ അബ്ദുള്ള മസാവി, അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി അന്ന് തൃശ്ശൂർ ജില്ലാ KMCC അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു സീരിയസ് സാഹിബ് അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി. ആ അവാർഡ് അദ്ദേഹം സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ ഫലസ്തീനെക്കുറിച്ചും ലോകത്തിലെ ഏകദേശം 44ഓളം രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 500ഓളം ആളുകൾ സുമൂദ് ഫോർട്ടില എന്ന ഒരു ക്യാമ്പയിനുമായി ഗാസയിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങളുമായി പുറപ്പെട്ട വാർത്ത നമ്മെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു. അതൊരു മൂവ്മെൻ്റ് കൂടിയായി, അതൊരു പ്രതിരോധമാണ്. അവിടെ എത്ര ബോട്ടുകൾ എത്തുമെന്നല്ല. അപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി, ഇവിടെ ഞാൻ പ്രസംഗിക്കുമ്പോൾ സൂചിപ്പിച്ചത് എടുത്തു പറഞ്ഞു സുമൂദ് ഫോർട്ടിലെക്കുറിച്ച് മുന്നവർത്തങ്ങൾ ഇവിടെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എൻ്റെ മരുമകൻ, മകളുടെ ഭർത്താവ് ഡോക്ടർ ജമാൽ, അദ്ദേഹം 3 കുവൈത്തികളും ഈ സുമൂദ് ഫോർട്ടിലയിലെ അംഗമായി ഒരു ബോട്ടിൽ തുനീസിയയിൽ നിന്നും ഭക്ഷണ പദാർത്ഥങ്ങളുമായി ഗാസയിലേക്ക് പുറപ്പെട്ട് 2 ദിവസം മുമ്പ് ഇസ്രായേൽ സേന അവരെ പിടിച്ച് തടങ്കിലാക്കി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിച്ചത്. പക്ഷെ ഇന്നലെ അദ്ദേഹം എനിക്ക് മെസ്സേജ് ചെയ്തു, അതിൽ 2 പേരും റിലീസായിട്ടുണ്ട്, ഒരാളും കൂടി ബാക്കിയുണ്ടെന്ന്. അപ്പം അങ്ങനെ ലോകത്ത് പലതരത്തിലും ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി ആളുകൾക്ക് കഴിയുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ രീതിയിൽ ചെയ്യുകയാണ്. അതിനിടയിലാണ് കുപ്പികളിൽ ധാന്യങ്ങൾ നിറച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്നും അതുപോലെ ജോർദാനിൽ നിന്നും ഗാസയുടെ പരിസരത്ത് ഉള്ള രാജ്യങ്ങൾ അവിടെ നിന്നും തൻ്റെ സഹോദരന്മാർക്ക് ഈ കുപ്പിയിൽ എറിഞ്ഞെങ്കിലും ഈ കടലിലൂടെ ആ ധാന്യത്തിൻ്റെ കുപ്പി അവിടെ എത്തി അവിടെ വിശപ്പ് അണയട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കടലിലേക്ക് കുപ്പികളെറിയുന്ന രീതിയിൽ അവിടെ നടത്തിയിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രതിരോധം. അപ്പം ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി ഇന്ന് മതമോ രാജ്യമോ ജാതിയെ നോക്കാതെ ലോകം മുഴുവനും അവർക്ക് വേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടു, ഒരു മലയാളിയായ ശ്രീരശ്മി എന്ന ഒരു പെൺകുട്ടി അവിടെ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർക്ക് അവിടെ ലോക തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആക്ടിവിസ്റ്റുമായി അവർക്ക് നല്ല ബന്ധമുണ്ട്. അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ആവശ്യം കുടിവെള്ളമാണെന്ന് പറഞ്ഞു. അങ്ങനെ 3000 ലിറ്റർ കുടിവെള്ളം
കയറ്റിക്കൊണ്ട് ഒരു ട്രക്ക് ഗസയിലേക്ക് പറഞ്ഞയച്ചു. ആ ഗസയിലെ കുട്ടികൾ ആ മലയാളിയായ നമ്മുടെ സഹോദരിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പ്ലക്കാർഡ് പിടിച്ചിരിക്കുന്ന ആ കാഴ്ച നമ്മൾ കണ്ടു. അവർ മലയാളിക്കും, അതും മലയാളത്തിലെ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ശ്രീരശ്മി എന്ന് പറയുന്ന സഹോദരി, ആ ഗസയിലെ കുട്ടികൾക്ക് ദാഹം അകറ്റാൻ അവർ നടത്തിയിട്ടുള്ള ശ്രമം, അങ്ങനെ പലരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടനും കാനഡയും ഫ്രാൻസും UN ജനറൽ അസംബ്ലി കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് കഴിഞ്ഞത്. അതിൽ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് മാർക്കോണി, അദ്ദേഹം എല്ലാവരും ഇരിക്കെ അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഐ ഡിക്ലെയർ ആൻഡ് അക്സെപ്റ്റ് ദാറ്റ് പലസ്തീൻ ഈസ് എ സ്റ്റേറ്റ് ആൻഡ് ഫ്രാൻസ് ഹാഡ് അക്സെപ്റ്റഡ് ഇറ്റ്. ഫ്രാൻസ് ഫലസ്തീൻ എന്ന രാജ്യമായി അംഗീകരിക്കുന്നു എന്ന് UN ജനറൽ അസംബ്ലി പറയുക. ബ്രിട്ടൻ പ്രധാനമന്ത്രി പറയുന്നു, കാനഡ പറയുന്നു, ലോകത്തെ മറ്റ് എല്ലാ രാജ്യങ്ങളുമുള്ള ആളുകൾ അവിടെ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഈ ഫലസ്തീനിൽ ഈ നരകനായാട്ട് നടത്തിയിട്ടുള്ള ആ ഭീകര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിന്നപ്പോൾ ഒന്നടങ്കം ആളുകൾ ആ സദസ്സ് ഇറങ്ങിപ്പോയി വാക്കൗട്ട് നടത്തി അവരെ കൂവി വിളിച്ച കാഴ്ചയെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ലോകം വേദനക്കൊപ്പമാണ്. ആരെയും വെറുതെ വേദനിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല. പക്ഷെ ചില രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ, മനുഷ്യൻ്റെ ജീവനോ സംരക്ഷണത്തിനോ വില കൽപ്പിക്കാതെ ലോകത്തെ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ കേവലം ലക്ഷ്യമെന്ന് പറയുന്നത് കച്ചവടമാണ്. ആ കച്ചവടത്തിൻ്റെ ലാഭത്തിന് രാഷ്ട്രീയത്തെ അങ്ങനെയും ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയത്തിന് ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിലെ ജനതകൾ. ആ ഫലസ്തീനിലെ ജനത അനുഭവിക്കാൻ തുടങ്ങിയ യാതനയെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ ഒരു ആർട്ട് ഫെസ്റ്റാണ് നടത്തുന്നത്. എത്രയോ കവിതകൾ ഈ ഫലസ്തീനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മുഹമ്മദ് ദർവേഷിൻ്റെ ഒരുപാട് കവിതകളാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടത്. മൈ ഹോംലാൻഡ്, മൈ മദർ, എങ്ങനെ ധാരാളം കവിതകൾ, അദ്ദേഹത്തിൻ്റെ കവിതകൾ പല ഭാഷകളിലും തർജ്ജമപ്പെട്ടിട്ടുണ്ട്. ഈ പലസ്തീൻ്റെ മണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ അവിടെ അവരുടെ പ്രതിരോധമായി ഒരുപാട് ലിറ്ററേച്ചറുകൾ വളർന്നു വരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കായികമായി അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആശയപരമായ പ്രതിരോധവും ദൈക്ഷണികമായ പ്രതിരോധവും തീർക്കാൻ ലോകത്തെ മികച്ച പ്രതിഭകൾക്ക് സാധിച്ചിട്ടുണ്ട്. മുഹമ്മദ് ദർവേഷിന് മാത്രമല്ല, ലോകത്തറിയപ്പെട്ട പല ആളുകളും പല കവികൾ, കവിയത്രികൾ, ഇവരൊക്കെ അതുമായി ബന്ധപ്പെട്ട രീതിയിൽ അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ നാടുകടത്തലിനെ കുറിച്ച്, ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച്, നഷ്ടങ്ങളെക്കുറിച്ച്, അവിടെ പ്രതിരോധത്തെക്കുറിച്ച്, അങ്ങനെ നിരവധി കവികൾ, മുഹമ്മദ് ദർവേഷും അതുപോലെ നജ്വാൻ ദർവിഷും ഹാറൂൻ ഹാഷിം റാഷിദ് ഇതുപോലുള്ള പ്രതിഭകളൊക്കെ ഇവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അതിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഐ ബിലോങ് ദെയർ, ടു മൈ മദർ, ദ ഐഡൻറ്റിറ്റി കാർഡ് എന്നീ കവിതകളൊക്കെ വളരെയധികം പ്രശസ്തമായ കവിതകളാണ്. അതുപോലെ നമ്മൾ ഈ കഴിഞ്ഞ, കാരണം 60,000 ആളുകൾ മരിച്ചു. അതിൽ 18,500 ചെറിയ കുട്ടികളാണ്, 12 വയസ്സ് താഴെയുള്ള കുട്ടികൾ. അതുമായി ബന്ധപ്പെട്ട്
ഒരു വസിയത്ത് പോലൊരു കുട്ടി, ആ കുട്ടി എഴുതി വെച്ച വസിയത്ത് നമ്മൾ ഒരു ചെറിയ കുറിപ്പ് നമ്മൾ കണ്ടു തൻ്റെ കുഞ്ഞക്ഷരത്തിൽ. The 10 years old children are supposed to be busy playing with toys. നമുക്കറിയാം, ഒരു 10 വയസ്സായ കുട്ടി എന്ന് പറയുന്നത് കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുന്ന ആ തിരക്കുകളുള്ള കുട്ടിയാണ്. കാരണം എനിക്ക് കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അവർ വീട്ടിൽ വന്നാൽ ആ കളിപ്പാട്ടങ്ങൾ എടുത്ത് കളിക്കും. അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. അത് കളിച്ചുകൊണ്ടേയിരിക്കും. കളിച്ച് മതി വരുന്നവരെ, ഉറങ്ങുന്നവരെ കളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഫലസ്തീൻ്റെ മണ്ണിലെ കുട്ടികൾ വസിയത്ത് എഴുതാൻ തുടങ്ങിയ കാലം വന്നു എന്നുള്ളതാണ്. 80-90 വയസ്സ് കഴിഞ്ഞാണ് ആരെങ്കിലും വസിയത്ത് എഴുതുക. ആ കുട്ടി വസിയത്ത് എഴുതി വെച്ചു, മൈ വിൽ, എൻ്റെ ആഗ്രഹം, ഇഫ് ഐ ബിക്കം മാർട്ടിയർ, ഞാൻ രക്തസാക്ഷിയായാൽ അല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ നിങ്ങൾ കരയരുത്. പ്ലീസ് ഡു നോട്ട് ക്രൈ ഫോർ മീ, നിങ്ങൾ എനിക്ക് വേണ്ടി കരയരുത്. ബിക്കോസ് യുവർ ടയേഴ്സ് കോസ് മീ പെയിൻ, നിങ്ങളുടെ ആ കരച്ചിൽ എന്നെ വേദനിപ്പിക്കും. ഐ ഹോപ്പ് മൈ ക്ലോത്ത്സ് വിൽ ബി ഗിവൺ ടു ദോസ് ഇൻ നീഡ്, എൻ്റെ വസ്ത്രങ്ങൾ അത് അർഹരായ ആളുകളിലേക്ക് നിങ്ങൾ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൈ ആക്സസറീസ് ഷുഡ് ബി ഷെയർഡ് ബിറ്റ്വീൻ റഹാഫ്, സാറ, ജൂതി, ലന ആൻഡ് ബത്തൂൽ. എൻ്റെ കളിപ്പാട്ടങ്ങൾ, അതിലെ ആക്സസറികൾ അത് റഹാഫിനും സാറക്കും ജൂതിക്കും ലനക്കും നിങ്ങൾ കൊടുക്കണം. എൻ്റെ ബീഡ് കിറ്റ്സ്, അത് തുന്നുന്ന ആ കിറ്റുകൾ, അത് ആർക്ക് കൊടുക്കണം? അഹമ്മദും റഹാഫിനും കൊടുക്കണം. എൻ്റെ മാസാന്ത വരുമാനം, മൈ മന്ത്ലി അലയൻസ്, അത് 50 ഷെക്കിൾസാണ്. ആ 50 ഷെക്കിൾസ്, അതിൽ ഈ അലവൻസ് 50 ഷെക്കിൾസ് 25 ഷെക്കിൾസ്, 50 ഷെക്കിൾസ് 25 റഹാഫിനും 25 അഹമ്മദിനും കൊടുക്കണം. എൻ്റെ നോട്ട് ബുക്കും കഥ ബുക്കും അതും റഹാഫിന് കൊടുക്കണം. എൻ്റെ കളിപ്പാട്ടങ്ങൾ, മൈ ടോയ്സ്, ബത്തൂലിനും കൊടുക്കണം. ആൻഡ് ഡു നോട്ട് യെൽ അറ്റ് മൈ ബ്രദർ അഹമ്മദ്, പ്ലീസ് ഫോളോ ദീസ് വിഷസ്. എൻ്റെ സഹോദരനെ നിങ്ങൾ അവനെ വെറുപ്പിക്കരുത്. അപ്പം അങ്ങനെ ഓരോന്നും കൃത്യമായി എഴുതി വെച്ച, ഇത് ശരി ഒരു കുട്ടി എഴുതിയതാണ്. ആ കുട്ടി എഴുതി വെച്ച ഒരു വസിയത്ത് എത്രത്തോളം ആ കുട്ടികളെ ഇമ്പാക്റ്റ് ചെയ്യുന്നു ഈ യുദ്ധം എന്നുള്ളതിന് ഉദാഹരണമാണ്. അപ്പം ഇങ്ങനെ ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ നിഷ്കാഷണം ചെയ്യുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വേണ്ടി ലോകത്തെ ഏറ്റവും വലിയ ശക്തികൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ആളുകളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും അത് നടപ്പിലാക്കാൻ കഴിയാത്ത പല രാഷ്ട്രീയം നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളതാണ്. നിങ്ങളൊക്കെ കുട്ടികളാണ്, നിങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട് വളരുമ്പോൾ നമുക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് പ്രാർത്ഥിക്കെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ലോകം ചെയ്യുന്നത്. ലോകത്തെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കുള്ള ഐക്യദാർഢ്യം ഇങ്ങനെ സർഗാത്മകമായ ഐക്യദാർഢ്യങ്ങൾ, സർഗാത്മകമായ പ്രതിരോധങ്ങൾ തീർക്കാൻ, ഫലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള സൃഷ്ടികൾ നമ്മുടെ ഇടയിൽ നിന്നും അവർക്ക് ഈ ഒരു വർഷം, ഈ കഴിഞ്ഞ 2 വർഷവും അവർ അനുഭവിക്കുന്ന വേദനകൾക്ക് ഐക്യദാർഢ്യം ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സൃഷ്ടികൾ, നമ്മുടെ എഴുത്തുകൾ, നമ്മുടെ കവിതകൾ, നമ്മുടെ പ്രഭാഷണങ്ങൾ, ഇതൊക്കെ അവർക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിലും നമുക്ക് അവരോട് ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാനും അവരോട് ഐക്യപ്പെടാനും പ്രാർത്ഥിക്കാനും പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു നല്ല പരിപാടി ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ ഈ കുട്ടികൾ, ഇവിടുത്തെ ജൂനിയർ കോളേജ് വളരെ പ്രതിഭകളായിട്ടുള്ള കുട്ടികളാണുള്ളത്. ഇവിടുന്ന് പോയ കുട്ടികളിൽ അൽ അസ്ഹറിൽ റാങ്ക് കിട്ടിയ കുട്ടികളുണ്ട്, അല്ലേ?
2ാം റാങ്ക് എത്ര നേരത്തെ പറഞ്ഞല്ലോ. മുംതാസ് റാങ്ക് നേടിയ 3 കുട്ടികൾ ഇന്ത്യക്കാരിൽപ്പെട്ട. അതിൽ ഒരു കുട്ടി നമ്മുടെ കോളേജിൽ നിന്നാണ്. അൽഹംദുലില്ലാ. അവിടെ അധ്യാപകനായി അദ്ദേഹം ഇവിടെ ഉണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിദ്ദീഖ് ഫൈസി വള്ളില, അദ്ദേഹം ഇവിടെ ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ഇനി അങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ആകാൻ കഴിയണം. നിങ്ങളൊക്കെ ആ രീതിയിലും നിങ്ങളൊക്കെ ഒരു ഇൻസ്പിറേഷനായി. നിങ്ങൾക്കും എന്തുകൊണ്ട് സാധിക്കില്ല? ഇനി നിങ്ങളൊക്കെ ഫൈസി ബീതൊക്കെ എടുത്ത് നിങ്ങൾ അസറിലൊക്കെ പോകണം. അവിടെ പോയി നിങ്ങൾ നല്ല രീതിയിലുള്ള അറബി പ്രഭാഷണം നടത്താൻ ലോകത്ത് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ലോകത്ത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ഏറ്റവും നല്ല പണ്ഡിതന്മാരാവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഉമർ സുലൈമാനെ പോലെ ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് അവരുടെ ഭാഷ അവർ മിനുക്കിയെടുത്തു. അങ്ങനെ ഈ കാലത്ത് ഏറ്റവും വലിയ അത്യാവശ്യം എന്ന് പറയുന്ന ഭാഷയാണ്, ആളുകൾക്ക് ആകർഷണീയമായ ഭാഷ. മലയാളം അതിന് പുറമെ അന്താരാഷ്ട്ര തലത്തിൽ ആളുകൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷ, അത് ഇംഗ്ലീഷ് ആയാലും അറബി ആയാലും ഒക്കെ ലോകത്തിന് മനസ്സിലാവും. അതിൽ നൈപുണ്യം നേടാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ മറ്റ് ബോഡി ലാംഗ്വേജുകൾ, ഇതൊക്കെ ഇത്തരം ഈ ആർട്ട് ഫെസ്റ്റിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ തിപ്പഞ്ചി ഉസ്താദിൻ്റെ പേരുള്ള സ്ഥാപനമാണ്. മഹാനായ തിപ്പഞ്ചി ഉസ്താദ് എത്ര മഹാനാണ് എന്നുള്ളത് ഈ ഉറൂസ് നടത്തുന്ന കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്നത് അവർ എത്രത്തോളം അള്ളാഹുവിനോട് അടുത്ത് നിന്നൊരു മഹാനാണ്. അപ്പോൾ അവർ കേവലം ആ ഒരു ആധ്യാത്മികത ആ ജീവിതത്തിൽ മാത്രം ഒതുക്കാതെ തൻ്റെ ഇവിടെ വരുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനം ഉണ്ടാക്കിയപ്പോൾ സൈദാലി ഷാപ്തങ്ങളുടെ നേതൃത്വത്തിലാണ് കുഞ്ഞാപ്പാജി അടക്കമുള്ള ആളുകൾ ഇവിടെ കുട്ടി സന്താരിയും ഒക്കെ ഉണ്ട്. അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി വളരെ വിപുലമായ ബിൽഡിങ്ങുണ്ടാക്കി. പക്ഷെ അവിടെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അപ്പം അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു തലമുറയെ സമ്പന്നമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ അതൊന്നും ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. നിങ്ങളൊക്കെ വലിയ ഉയരത്തിലെത്തും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുക. നമ്മൾ ആധുനിക ലോകത്താണ് ജീവിക്കുന്നത്. AI ടെക്നോളജി നമ്മുടെ മുന്നിലുണ്ട്. നമ്മളിന്ന് കാണുന്ന ലോകമായിരിക്കില്ല നാളെ. ഒരുപക്ഷെ നിങ്ങളെ അടുത്ത ജനറേഷൻ പഠിപ്പിക്കുന്ന ഇവിടെ റോബോട്ടായിരിക്കും പഠിപ്പിക്കുക. ആ രീതിയിലേക്ക് നമ്മൾ സമൂഹം മാറും. അപ്പോൾ അവിടേക്ക് നമ്മൾ ടെക്നോളജിയും ഒക്കെ സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഒരു അവയർനെസ്സും നമുക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ ഒരു കഫിയ, അള്ളാഹു അവർക്ക് എല്ലാ രീതിയിലും സമാധാനം അള്ളാഹു കൊടുക്കുമാറാവട്ടെ, സംരക്ഷണം കൊടുക്കുമാറാവട്ടെ. അള്ളാഹും മൻസൂർ മുസ്ലിമീന ഫി ഫലസ്തീൻ വഗസ്സ വസാഇരിൽ മക്കാൻ ഫി കുല്ലി ആലം. اللهم دمر أعداءك وأعداء الدين يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം ഉദ്ഘാടനം നിർവഹിക്കും. അസ്സലാമു അലൈക്കും. ഇനി ആശംസ അർപ്പിച്ചുകൊണ്ട് ഒന്നിരായ കുട്ടി സന്താരമി 2 വാക്ക് സംസാരിക്കും. السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بالله. ما بعد، ما توفيق إلا بالله عليه توكلت وإليه أنيب.
ഏറ്റവും ബഹുമാനം നിറഞ്ഞ അധ്യക്ഷനവരുകളെ, പാണക്കാട് സെയ്ദ് മനഫർ ഷിഹാബ് തങ്ങളവരുകൾ, കുഞ്ഞാപ്പാഴ്ച അടക്കമുള്ള ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാരെ, മഹല്ല് നേതാക്കളെ, ഈ സ്ഥാപനത്തിൻ്റെ മേധാവികളെ, സ്നേഹം നിറഞ്ഞ മുത്താലിമികൾ, വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് നമ്മുടെ പരിപാടി. കുട്ടികളുടെ ആർട്ടിസ്റ്റ് ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ തങ്ങൾ വസ്തുനിഷ്ഠമായി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അവസാനം നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കണം, അവരുടെ ഉയർച്ച, അവരുടെ ഭാവി എവിടേക്കൊക്കെ എത്തിച്ചേരണം, ഉയരണം എന്നൊക്കെ ബഹുമാനപ്പെട്ട തങ്ങൾ വളരെ സാരവത്തായ ഉപദേശം നൽകി. തങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഈ സമുദായത്തിന്, നമ്മുടെ യുവത്വത്തിന് ഏറ്റവും വലിയൊരു ഭാഗ്യമായി അള്ളാഹു കനിയേകിയ തങ്ങൾ അള്ളാഹു ഒരുപാട് ഇസ്സത്തോടുകൂടി ദീർഘായുസ് നൽകി സമുദായത്തിന് നേതൃത്വം നൽകാൻ തൗഫീഖ് ചെയ്യട്ടെ. ലോകാടിസ്ഥാനത്തിലുള്ള ബന്ധമാണ് ബഹുമാനപ്പെട്ട തങ്ങൾക്ക്. തങ്ങൾ സഞ്ചരിക്കാത്ത രാഷ്ട്രം ഇല്ല. തങ്ങൾ അങ്ങനെ പഠിച്ച് വിദേശത്തൊക്കെ പഠിച്ച് വന്നിട്ട് മനസ്സിലാക്കിയ ഇസ്ലാമിൻ്റെ ഒരു വലിയ ലോകമുണ്ട്, വലിയൊരു സൗഹൃദ ബന്ധമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഇപ്പോൾ യൂത്തിനൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. പാണക്കാട് തങ്ങന്മാരുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ പുറത്തും ലോകാടിസ്ഥാനത്തിൽ തന്നെ ദീനി ദഅവത്ത് നടത്താനുള്ള പ്രാപ്തരായ നിരവധി സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. നമ്മുടെ ഈ കോളേജിലെ വിദ്യാർത്ഥികളും അവസരോചിതമായ ഒരു വിഷയം വെച്ചിട്ടാണ് ഇവിടെ ഫെസ്റ്റ് നടത്തുന്നത്. കുട്ടികളൊക്കെ പ്രസംഗിച്ച് പാടി പറഞ്ഞ് ഉയരങ്ങളിലേക്ക് എത്തണം. നമുക്ക് ബഹുമാനപ്പെട്ട തിരുപ്പഞ്ച് ഉസ്താദിൻ്റെ ഒരു സ്മാരകമാണിത്. ഉസ്താദാണ് ഈ സ്ഥാപനത്തിന് യഥാർത്ഥത്തിൽ മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സംവിധാനങ്ങൾ ഒരുക്കിയത് ഉസ്താദാണ്. ഉസ്താദ് കണ്ടിരിക്കുന്നത് 500 അലിമീങ്ങൾ, മുത്താലിമികൾ പഠിക്കുമെന്നതാണ്. ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ വിവിധ ഭാഷകളിൽ നമുക്ക് ഉയരാൻ സാധിക്കണം. ബഹുമാനപ്പെട്ട ശേഖന ശംസുലമയെ സംബന്ധിച്ച് തിപ്പച്ച് ഉസ്താദ് ഇങ്ങനെ വനോളം പുകയ്ത്താറുണ്ട്. അന്ന് മുത്തനൂർ പള്ളിക്കേസുമായി മഞ്ചേരിയിൽ വക്കീലായി ഷെയ്ഖന വാദിച്ചു. ആ വാദം കേൾക്കാൻ വേണ്ടി മുസ്ലിയാരങ്ങാടിയിൽ നിന്ന് ദർസ് ഓതി പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് മഞ്ചേരി കോടതിയിലേക്ക് പോകാറുണ്ടായിരുന്നു. എന്നിട്ട് ആ കോടതിയിലെ വാദങ്ങൾ, അന്ന് അവിടെ വാദിച്ച വാദങ്ങളും മറുപടികളൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് തൻ്റെ കൂടെ നടക്കുന്ന ആളുകൾക്ക് എന്നോട് ആദ്യമായി ഒരു 1.25 മണിക്കൂർ ആ ചരിത്രം ബഹുമാനപ്പെട്ടവർ പറയുകയുണ്ടായി. അപ്പോൾ ഉസ്താദ് കണ്ടിരുന്ന ശംസുലമയുടെ കഴിവാണ്. ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം നേടുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബൈബിളിൻ്റെ 2 കോപ്പി ഒരു പാതിരി മാസ്റ്റർ ഷെയ്ഖുനാക്ക് നൽകുന്നത്. അന്ന് രാത്രി എന്നത് വായിച്ചു തീർത്ത് പിറ്റേന്ന് തിരിച്ചേൽപ്പിക്കാനാണ് അധ്യാപകൻ്റെ കൽപ്പന. അതുകൊണ്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ശാസ്കരിച്ചതിൻ്റെ ശേഷം പുസ്തകം വായിക്കാൻ തുടങ്ങി. രണ്ട് പുസ്തകം, ഓൾഡ് ടെസ്റ്റമെൻറ്റ്, ന്യൂ ടെസ്റ്റമെൻറ്റ്, 2 ബുക്ക് ബൈബിളിൻ്റെ. അത് രാത്രി 2 മണിക്ക് ഉപ്പ തഹജ്ജുദിന് എഴുന്നേറ്റ സമയത്ത് അബൂബക്കർ മോൻ്റെ റൂമിലൊരു വെളിച്ചം കാണുന്നു, വിളക്ക് തിരി. വാതിലുള്ളിൽ കൂടി നോക്കുമ്പോൾ മോൻ വായിക്കുകയാണ്. എന്താ മോനെ നീ വായിക്കുന്നത്? നീ ഉറങ്ങിയിട്ടില്ലേ? ഇല്ല. ഈ 2 പുസ്തകം വായിച്ച് നാളെ സ്കൂളിൽ എത്തിക്കാൻ വേണ്ടി അധ്യാപകൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇതെന്താ പുസ്തകം? ബൈബിളാണ്, ഇംഗ്ലീഷിലാണ്. ശരി, വായിച്ച് തീരാനായോ? ഓ, കുറഞ്ഞ പേജും കൂടിയുണ്ട്. ശരി, എന്നാൽ മോനത് വായിച്ചു കഴിഞ്ഞാൽ നാളെ പുസ്തകം അവിടെ കൊടുത്തിട്ട് മോൻ സ്കൂളിൽ പോകണ്ട. കാരണം ഇംഗ്ലീഷിൽ ഉള്ള 2 വലിയ പുസ്തകം എൻ്റെ മോൻ വായിച്ച് 1 രാത്രി കൊണ്ട് തീർത്തെങ്കിൽ ഇംഗ്ലീഷിൽ നല്ല കഴിവ് എൻ്റെ മകന് വന്നല്ലോ, നാളെ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മഞ്ചേരിയിൽ പണ്ട് ക്രിസ്ത്യാനികളുടെ ഒരു ഗണ്ണർ പ്രസംഗം ഉണ്ടായി. ക്രിസ്തീയ പാതിരിമാരെ മഞ്ചേരി സഭാ ഹാളിൽ 1982 വിളിച്ചു കൂട്ടേണ്ട ഒരു അവസരം ഉണ്ടായി. നമ്മൾ കേട്ടിട്ടുണ്ടാവും.
എടക്കരയിൽ കുറച്ച് മുസ്ലിമീങ്ങളൊക്കെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കപ്പെട്ട സമയത്തായിരുന്നു അത്. കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകൾ ഒന്നിച്ചുകൊണ്ട് ശംസുൽ ഉലമയെ മഞ്ചേരിയേക്ക് ക്ഷണിച്ചു. സഭാഹാളുള്ള പരിപാടി. ഞാനൊക്കെ ഒന്ന് വിദ്യാർത്ഥിയാണ്. ഞാനവിടെ പോയി നോക്കുമ്പോൾ നമുക്കൊന്നും അങ്ങോട്ട് അടുത്തുള്ള മുദരിസമാരും പണ്ഡിതന്മാരൊക്കെ സഭാളിൻ്റെ പുറത്തിരിക്കുകയാണ്. നിറയെ സ്വാതിരിമാരാണ്. അവരോട് ഇഞ്ചിലിൻ്റെ ഭാഷയിൽ സംസാരിച്ചു, ഇംഗ്ലീഷിൽ സംസാരിച്ചു. അവരെ വാദങ്ങളൊക്കെ മഹാൻ അവരെ വാദത്തിൽ നിന്ന് അവർ പിന്മാറാൻ പ്രേരകമായി. കുറേ പാതിരിമാരതോടുകൂടി ഇസ്ലാമിലേക്ക് വന്നു. ഇബ്രാഹിം മുണ്ടക്കനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ വിഷാദമല്ല. ഷെയ്ഖുന സൈനുദ്ദീൻ മുസ്ലിയാർ, ചെറുശ്ശേരി ജയന്തി മുസ്ലിയാർ സൈനുൽ ഉലമ ഒരിക്കൽ ശംസുൽ ഉലമയോട് ചോദിച്ചു, നിങ്ങൾക്കെപ്പോഴാണ് ഈ ബൈബിളൊക്കെ വായിക്കാനും ഇതൊക്കെ പഠിക്കാൻ എപ്പോഴാണ് സമയം കിട്ടുക? അന്ന് ഷെയ്ഖുന പറഞ്ഞത്, ഞാൻ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പോയപ്പോൾ പാതിരി മാഷ് എനിക്ക് ബൈബിളിൻ്റെ കോപ്പി തന്നു. ഞാനപ്പോൾ അന്ന് അതിലുള്ള വൈരുദ്ധ്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ നോട്ട് ചെയ്തു. അത് ഇന്ന് വലിയ ഉപകാരമായി. കൊല്ലം 65 കഴിഞ്ഞതിന് ശേഷം മഞ്ചേരിയിലത് എടക്കരയും വലിയ ഫലവത്തായി. കണ്ടോ? അപ്പോൾ ചെറുപ്പത്തിലെ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതുപോലെ ഇത്തരം ഫെസ്റ്റുകളൊക്കെ നടത്തി ധാരാളം വായിക്കണം, വായനയിൽ തുടരണം. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ മുത്താലയും വായനയിലും മുഴുകിയിട്ട് എല്ലാ ഭാഷകളിലും കഴിവുള്ളവരായി ലോകത്തിനെ സംബന്ധിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചൊക്കെ പഠിച്ച് അത് ഈ ദഅവത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നമുക്കുണ്ടാവണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതിന് ഉദാഹരണമാണ് അല്ലസലൊക്കെ പോയിട്ട് റാങ്കോടുകൂടി ഈ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥി വന്നു എന്നതിന് അത് തെളിവാണ്. എല്ലാവർക്കും അള്ളാഹു ആ നിലക്കുള്ള കഴിവുകളും ഓർമ്മശക്തിയും തൗഫീക്കും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ട് വാക്ക് കുഞ്ഞാപ്പുവാജി നിങ്ങളുടെ ആശംസാ പ്രസംഗങ്ങൾ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഞങ്ങളവരുടെ വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ഉസ്താദന്മാരെ, ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്തിയില്ല. നിങ്ങൾ തങ്ങളെ വാക്കുകൾ ശ്രദ്ധിച്ച് എന്താണോ പറഞ്ഞത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളെ പഠന രംഗത്തും പാഠ്യേതര രംഗത്താണെങ്കിൽ തന്നെ വളരെ സജീവമായി പല ഭാഷകളും പലതും പഠിക്കാനുള്ള ഒരുക്കങ്ങൾ ഉണ്ടായിരിക്കണം. എപ്പോഴും പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ വിജയം ഉണ്ടാവും, സുനിശ്ചിതമാണ്. എല്ലാവരെയും അല്ലാഹു വിജയിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു നിർത്തുന്നു. ഈ എല്ലാവിധ ആശംസ നേരുന്നു. അസ്സലാമു അലൈക്കും.